എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടതായിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ തിരുത്തി വീണ്ടും ഒന്നുകൂടി ചെയ്തത്. മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് കറക്റ്റ് ചെയ്ത് ആ വീഡിയോ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യം ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇത് വില്ലേജ് ഓഫീസിലെ സർട്ടിഫിക്കറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള വീഡിയോ ആണ്. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷ ഡിസ്ട്രിക്ട് വഴി വില്ലേജ് ഓഫീസിലെത്തിയാൽ അതെങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. താലൂക്ക് ഓഫീസിൽ പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡ് അടുത്ത ഒരു വീഡിയോയായിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിക്റ്റൊക്കെ സൈൻ ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ്സ് എന്ന ഒരു മെനു ഉണ്ട്. അവിടെ മൈ ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും ലീഗൽ ഹെയർ എന്ന സർട്ടിഫിക്കറ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ കാണിക്കുന്ന കളറ് എന്ന് പറയുന്നത് ഇന്ന് റിസീവ് ചെയ്ത ആപ്ലിക്കേഷനാണ്. കളറ് മാറുന്നതിനനുസരിച്ച് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മാറിക്കൊണ്ടിരിക്കും. ക്ലിക്ക് ചെയ്യുന്നു. ആപ്ലിക്കൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഒപ്പം തന്നെ നമുക്ക് വ്യൂ അറ്റാച്ച്മെൻറ്റ് എന്ന ഒരു ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നതാണ്. വ്യൂ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ എന്തൊക്കെ അറ്റാച്ച്മെൻറ്റുകളുണ്ടോ അതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതാണ് വ്യൂ അറ്റാച്ച്മെൻറ്റ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതിപ്പോൾ ടെസ്റ്റ് ലോഗിൻ ആയതുകൊണ്ടാണ്, കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആവും. ഹാർഡ് കോപ്പി വെരിഫിക്കേഷൻ, അങ്ങനെയുള്ള അറ്റാച്ച്മെൻറ്റുകൾ വെരിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിൻ്റെ കമൻറ്റുകളാണ് നമ്മൾ ഹാർഡ് കോപ്പി വെരിഫിക്കേഷനിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഹാർഡ് കോപ്പിയിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വെരിഫൈ ചെയ്തിട്ട് അതിൻ്റെ കമൻ്റാണ് നമ്മളിവിടെ ഹാർഡ് കോപ്പി വെരിഫിക്കേഷനിൽ കൊടുക്കേണ്ടത്. വെരിഫൈഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇത് രണ്ട് കാര്യമുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥന് നമ്മളിത് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും, ഒപ്പം നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് പ്രോസസ്സ് ചെയ്ത് തുടങ്ങിയാൽ അന്ന് തന്നെ ആ സർട്ടിഫിക്കറ്റ് പൂർണ്ണമായിട്ടും പ്രോസസ്സ് ചെയ്യണം എന്നില്ല. കാരണം ഇത് ഹാർഡ് കോപ്പി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഫീൽഡ് വെരിഫിക്കേഷനുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരുപക്ഷെ അന്ന് തന്നെ പ്രോസസ്സ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് ആ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഈ സർട്ടിഫിക്കറ്റിന്മേൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ തീയതിയും സമയവും എല്ലാം ഏറ്റവും താഴെയായിട്ട് കാണിക്കുന്നതാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു ഡാറ്റാ ബേസ് ആയിട്ടാണ്, ടേബിളായിട്ടാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഓരോ വിവരവും എന്തൊക്കെ എൻ്റർ ചെയ്തു എന്ന് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഹാർഡ് കോപ്പി വെരിഫിക്കേഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് DB വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്. DB വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഡിസ്ട്രിക്ട്, PDS, MVD, ഇലക്ഷൻ, SSLC, ഈ ഡിസ്ട്രിക്റ്റിൽ ഈ രജിസ്ട്രേഷൻ നമ്പറിൽ കൂടി നമ്മൾ ഇതുവരെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ടോ, നമ്മൾ എന്നുദ്ദേശിക്കുന്നത് ഈ ഡിസ്ട്രിക്ട് വഴി ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഈ ഡിസ്ട്രിക്ട്. PDS എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിൻ്റെ വിവരങ്ങൾ, MVD എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് സംബന്ധമായ കാര്യങ്ങൾ, ഇലക്ഷൻ ID കാർഡ്, SSLC ബുക്കിൻ്റെ കോപ്പി. ആ നമ്പർ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ വെരിഫൈ ചെയ്തിട്ട് അത് എൻ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് DB വെരിഫിക്കേഷൻ. ഇവിടെ DB വെരിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ വെരിഫൈഡ് കൊടുക്കുന്നു. വെരിഫൈ ചെയ്തതിന് ശേഷം എന്നിട്ട് നമുക്ക് ഫീൽഡ് വെരിഫിക്കേഷൻ നടത്താവുന്നതാണ്. എന്താണ് ഫീൽഡ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഫീൽഡ് വെരിഫിക്കേഷൻ രണ്ട് രീതിയിലാണുള്ളത്. നമുക്ക് ഫീൽഡിൽ പോയി വെരിഫൈ ചെയ്യാം. ഇപ്പോൾ തെളിവുമായി
കക്ഷികളോട് വരാനും പറയാം. ഇന്ന് വില്ലേജിലെ തിരക്കെന്ന് പറയുന്നത് വളരെ അധികം തിരക്കുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ വില്ലേജ് ജീവനക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ഒരു സർട്ടിഫിക്കറ്റിന്മേൽ തെളിവ് തരാൻ കക്ഷിക്ക് വേണമെങ്കിൽ വില്ലേജിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഓൺലൈൻ ആക്കിയത് എന്ന് പല കോണിലും, ഇപ്പോൾ കക്ഷി ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുകയും വേണം, വില്ലേജിൽ വരികയും വേണം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു സംശയം ഉണ്ടാവാം, എന്തുകൊണ്ടാണ് ഇത് ഓൺലൈൻ ആക്കിയത്. ഓൺലൈൻ ആക്കുന്നത് മറ്റൊന്നിനുമല്ല, നമുക്ക് സർട്ടിഫിക്കറ്റ് സംബന്ധമായി തെളിവെടുപ്പാണെങ്കിലും അങ്ങനെയുള്ള എന്ത് കേസാണെങ്കിലും ഫിസിക്കലി അതിനൊരു വെരിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടെക്നോളജി, അതായത് ഫിസിക്കലി നമുക്ക് ആ കക്ഷി അവിടെ എത്തുകയോ അല്ലെങ്കിൽ നമ്മൾ കക്ഷിയിലേക്ക് പോവുകയോ ചെയ്യാതെയുള്ളൊരു വെരിഫിക്കേഷൻ നിലവിൽ സാധ്യമല്ല. ഇത് വില്ലേജ് ഓഫീസറുടെ മുന്നിൽ അയൽസാക്ഷികളും ലീഗൽ ഹെയർസും എല്ലാം മുന്നിൽ ഒപ്പിടുകയും ആ പേപ്പറിൽ വില്ലേജ് ഓഫീസർ ഒപ്പിടുകയും ചെയ്യുക എന്നതാണ് പ്രോസസ്സ്. അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. പിന്നെ ഓൺലൈൻ ആക്കിയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കക്ഷിക്ക് അപേക്ഷിക്കുന്നയാൾക്ക് ഈ അപേക്ഷയുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് അറിയാം. അത് അവരുടെ മൊബൈൽ നമ്പറിലേക്ക് ഓരോ പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോഴും, ഇപ്പോൾ നമ്മൾ വെരിഫൈഡ് എന്ന് പറഞ്ഞ പൊസിഷനിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വെരിഫൈഡ് ആണ്, സ്റ്റാറ്റസ് അറിയാം. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കൂടെ അന്വേഷിച്ച് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇവരുടെ സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷ നഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. അപ്പോൾ അതാ ഇവിടെ നോക്കുക, ഇതിൽ ഈ ഫീൽഡ് വെരിഫിക്കേഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഡെപ്പോസിഷൻ ഓഫ് നെയ്ബേഴ്സ്. ഈ ഒരു വാക്കാണ് പ്രധാനമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അയൽക്കാരുടെ അല്ലെങ്കിൽ അയൽസാക്ഷി മൊഴി പ്രകാരം എന്നുള്ളതാണ്. ഇവിടെ മറ്റൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ നമ്മളെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, അതായത് സർട്ടിഫിക്കറ്റിൽ അതായത് ഈ മരണപ്പെട്ട ആളിൻ്റെ നിയമപരമായിട്ടുള്ള അവകാശികളുടെ പേരുകൾ അയൽസാക്ഷി മൊഴിക്കാർ പറഞ്ഞത് ആരൊക്കെയാണ് എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ നോക്കുക, കണ്ടോ, ഒന്നിലധികം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ്, അതല്ല കുറയ്ക്കണമെങ്കിൽ മൈനസ്. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ലീഗൽ ഹെയർ. ലീഗൽ ഹെയറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അവിടെയും പ്ലസും കൊടുക്കാം മൈനസും കൊടുക്കാം. ഇതാണ് ലീഗൽ ഹെയർസ് ആസ് പെർ വെരിഫൈഡ് ഓഫീസർ. സർട്ടിഫിക്കറ്റിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നത് ഈ പോർഷനാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും ഇത് വ്യക്തമായി തന്നെ കൊടുക്കുക. നമ്മളിത് ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തണം എന്ന് പറഞ്ഞല്ലോ. അതല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്ന സമയത്തോ നമുക്ക് ബോധ്യപ്പെട്ടത്, അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ലീഗൽ ഹെയർസ്. ഓക്കെ, അവിടെയും പ്ലസും മൈനസും കൊടുക്കാം. ഇവിടെ ഫാദറും മദർ ലീവ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. യെസ് ഓർ നോ കൊടുക്കാം. എന്നിട്ട് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഡോക്യുമെൻ്റ് നോട്ട് അറ്റാച്ച്ഡ് ആണ്. തൊട്ട് താഴേക്ക് വരുമ്പോൾ ഒരു 4 ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ഡിക്ലറേഷൻ ഫ്രം ആപ്ലിക്കൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ, നെയ്ബർ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ, മിനിമം 2 അഡൾട്ട്സ്, വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഫ്രം വില്ലേജ് ഓഫീസർ വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ. ഈ 4 കേസുകളും അല്ലെങ്കിൽ ഈ 4 വിവരങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫീൽഡ് വെരിഫിക്കേഷനിലൂടെ കളക്ട് ചെയ്ത വിവരങ്ങൾ, അതായത് കക്ഷിയുടെയും ലീഗൽ കേസിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളത് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിയിട്ട്
അതിൽ ഒപ്പിട്ട് ഇത് അപ്ലോഡ് ചെയ്യുക. ഇനി ഇവിടെ മറ്റൊരു കാര്യവും കൂടി പറയാം. ഈ അപേക്ഷ വരുന്ന സമയത്ത് ഇവർക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. ആ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പരിഗണിക്കാം. പക്ഷേ അതിൽ ഒപ്പിടണം എന്നുള്ളത് കൊണ്ടും വീണ്ടും ഒരിക്കൽ കൂടി ഫീൽഡിൽ പോകണം എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഫീൽഡ് വെരിഫിക്കേഷൻ വേണമെന്നുള്ളത് കൊണ്ടും കക്ഷിയുടെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങുന്ന കോപ്പി നമ്മളിവിടെ അറ്റാച്ച് ചെയ്താൽ മതി. അത് മറ്റേത് ആ ആപ്ലിക്കേഷനിൽ വരുന്നത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് അതിനകത്ത് വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യണം എന്നില്ല. അതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിയിട്ട് അത് അപ്ലോഡ് ചെയ്യുക. ഇത് വില്ലേജ് ഓഫീസറുടെ ഫീൽഡ് വെരിഫിക്കേഷൻ പ്രകാരമുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡാണ്, അല്ലാതെ അവർ അപേക്ഷിച്ചപ്പോൾ ഉള്ള ഡോക്യുമെൻ്റ് അപ്ലോഡല്ല. അപ്പോൾ ആ രണ്ടും സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് താരതമ്യപ്പെടുത്തണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു, വീണ്ടും ഇവിടെ വില്ലേജ് ഓഫീസർ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് വ്യക്തമായിട്ടുള്ള സ്ക്രൂട്ടിനി കമൻറ്റുകളൊക്കെ നമുക്കറിയാം. എല്ലാവരും ഓക്കെ എന്നൊക്കെയാണ് വരുന്നത്. പക്ഷേ അത് വ്യക്തമായിട്ടുള്ളത് രേഖപ്പെടുത്തണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, റെക്കമെൻഡ് ഫോർ ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ്. അതാണ് സ്ക്രൂട്ടിനി കമൻറ്റുകളിൽ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത്. മരണപ്പെട്ടയാളുടെ വിവരങ്ങൾ കൂടി കൊടുക്കാൻ പറയുന്നുണ്ട്. സോറി, അത് ശ്രദ്ധിക്കാതെ പോയതാണ്. നെയിം ഓഫ് ഡിസീസ്ഡ്, ഇവിടെ ആ വിവരങ്ങളും കൂടി കൊടുക്കണം. ഒരു ഡേറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ് കോപ്പി ചെയ്ത് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്ത് ചെയ്യാം. കാരണം ഇത് മൂന്നും ഒന്നാണെങ്കിൽ, ഒന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അതേപോലെ സ്ഥലവും. ഇത്തരം വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ്. മെസ്സേജ് കാണിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടോ നമ്മൾ ചെയ്ത വിവരങ്ങൾ ഏറ്റവും അവസാനം ഇങ്ങനെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ്. എപ്പോഴാണോ മൊഴിയെടുത്തത് അത് പ്രകാരമുള്ള വിവരങ്ങളെല്ലാം ഇവിടെ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് റെക്കമെൻഡേഷൻ, ബാക്കി നമുക്ക് റിട്ടേൺ അറിയാം, എക്സ്ട്രാ വെരിഫൈ അറിയാം, ഡെഫർ ആപ്ലിക്കേഷൻ അറിയാം, റീവെരിഫൈ അറിയാം, ക്യാൻസൽ അറിയാം. റെക്കമെൻഡേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യക്തമായിട്ടുള്ള റെക്കമെൻഡേഷൻ അവിടെ എഴുതുക. അത് വെറുതെ ഓക്കെ എന്നോ യെസ് എന്നോ അങ്ങനെയൊന്നും അടിച്ചു വിടരുത്. കൃത്യമായ റെക്കമെൻഡേഷൻ എഴുതണം. കാരണം ഇത് താലൂക്ക് ഓഫീസിൽ ഈ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. റെക്കമെൻഡേഷൻ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇത്രയുമായി കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർവേഡ് ടു അപ്രൂവിംഗ് ഓഫീസർ എന്ന് കാണിക്കും. അതോടുകൂടി ലീഗൽ ഹെയർ എന്ന ലിസ്റ്റിൽ നിന്നും നമ്മൾ ഇതുവരെ പ്രോസസ്സ് ചെയ്ത ആപ്ലിക്കേഷൻ താലൂക്കിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാവുന്നതാണ്. ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ഒരു ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി വരുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഉള്ളത് കൊണ്ട് ഈ വിവരം എല്ലാ വില്ലേജ് ഓഫീസർമാരിലേക്കും എല്ലാ വില്ലേജ് സ്റ്റാഫിലേക്കും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ താലൂക്കിലെ പ്രോസസ്സ്, അതായത് ഈ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റുമായി താലൂക്കിൽ കുറച്ചുകൂടി പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സുമായി മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും
നന്ദി, നമസ്കാരം.